ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ബൈക്ക് ഇപ്പോൾ 2 വർഷമായിട്ട് അനങ്ങാണ്ടിരിക്കുന്നു. ആകെ തുരുമ്പാണ്. വണ്ടിയുടെ ഉള്ളിലൊക്കെ, അതായത് പെട്രോൾ ടാങ്കിൻ്റെ ഉള്ളിൽ നിറയെ തുരുമ്പ് പിടിച്ചു. അതിൽ കുറേ പെട്രോൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒക്കെ പിന്നെ കുറച്ച് ആവിയായി പോവില്ലേ, എന്തായാലും എത്തനോളം അവിടെ പെൻഡിങ് നിൽക്കും. പിന്നെ പെട്രോൾ ഇങ്ങനെ ആവിയായി പോവും. അപ്പോൾ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാൻ വെള്ളത്തിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തു, വെള്ളത്തിലിട്ടിട്ട്. പിന്നെ നമ്മുടെ ഫ്യൂവൽ നോസിൽ നമ്മൾ റിമൂവ് ചെയ്തെടുത്തു. ഫ്യൂവൽ നോസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൽ കറോഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് അലുമിനിയം ഡെപ്പോസിറ്റ് അതിൽ വരും. അലുമിനിയത്തിൻ്റെ പൊടിയാവും അത് കറോഷനിൽ. അത് ഭയങ്കര മെനക്കെടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല, പെട്രോൾ പമ്പിൻ്റെ ഉള്ളിൽ നിറയെ തുരുമ്പാണ്. അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ക്ലീൻ ചെയ്യാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നത് നമ്മുടെ സിട്രിക് ആസിഡാണ്. സിട്രിക് ആസിഡ് ഞാനൊരു 1 കിലോ വാങ്ങിച്ചു, നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് 1 കിലോ വാങ്ങിച്ച് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇതൊക്കെ മൊത്തം അയച്ചെടുത്തു കേട്ടോ. ഇത് പെട്രോൾ പമ്പിൻ്റെ ബാക്ക് സൈഡ് അടിഭാഗമില്ലേ, നമ്മൾ വൃത്തിയായിട്ട് എല്ലാ നെട്ടും പൂട്ടൊക്കെ ഊരി. പിന്നെ 1 കിലോ സിട്രിക് ആസിഡ് ഒരു 10 ലിറ്റർ വെള്ളത്തിൽ, തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ സിട്രിക് ആസിഡ് അതിലേക്ക് ഇട്ടു. നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നിറച്ചങ്ങോട്ട് കൊടുക്കുക, ഫുൾ ഫില്ല് ചെയ്യുക. അത് മൊത്തം അതിലേക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ അത് ആ റിയാക്ഷൻ നടന്ന് ആ തുരുമ്പൊക്കെ ഇളക്കി പോവും. പിന്നെ ഞാനത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റ് റിമൂവർ അപ്പോൾ തന്നെ അടിച്ചു. എനിക്ക് 2 ദിവസത്തിനുള്ളിൽ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകണേ. അപ്പോൾ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് സംഭവമൊക്കെ സെറ്റാക്കി, ഒക്കെ പെയിൻ്റൊക്കെ റിമൂവ് ചെയ്ത് വൃത്തിയാക്കി. എന്നിട്ട് അതിലേക്ക് നമ്മൾ സോപ്പും വെള്ളം അടിക്കണം. സോപ്പും വെള്ളം അടിച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ pH നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ. ആൽക്കലിയും പിന്നെ ആസിഡും അല്ലേ, അത് ന്യൂട്രലൈസ് ചെയ്തു. പിന്നെ അല്ലെങ്കിൽ തുരുമ്പ് നന്നായിട്ട് പിടിക്കും. ഇതിപ്പോൾ ഞാൻ ചെയ്യണത് നമ്മുടെ ഹാൻഡ് വാഷിനൊക്കെ കിട്ടുന്ന സക്ഷൻ പമ്പ് ഉണ്ടാവില്ലേ, അതിന് കുറച്ച് ലെങ്ത്ത് കൂട്ടി. അതിൽ ലെങ്ത്ത് കൂട്ടിയിട്ട് ഒരു ട്യൂബുണ്ട്, അത് നമ്മുടെ 10 രൂപ ട്യൂബൊക്കെ കിട്ടും, ഒരു ഡയാമീറ്റർ 10 mm. അപ്പോൾ അത് ഇട്ടിട്ട് നമ്മുടെ സക്ഷൻ പമ്പ്, ഈ ട്യൂബ് കണ്ടില്ലേ, അതിലേക്ക് ഒന്ന് ഘടിപ്പിച്ചിട്ട് നമ്മളൊന്ന് പമ്പ് ചെയ്താൽ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ വൃത്തിയാക്കിയിട്ട് വെള്ളം നമ്മൾ മൊത്തം കളഞ്ഞു. അതിൻ്റെ ഉള്ളിൽ വെള്ളമില്ല, എന്നാലും ചെറിയ ഇതൊക്കെ ഉണ്ടാവും, ചെറിയ വെള്ളമൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ വെള്ളം കളയാൻ വേണ്ടി നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്തു. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ മൊത്തം പോയി. പിന്നെ ഇത് കാന്തം വെച്ചിട്ട് എടുത്തതാണ്. എൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഷവർ പോലെ. അപ്പോൾ ഇതിന് ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ റാഡ് എടുത്ത് ഞാൻ ബ്രേസ് ചെയ്തു, കൃത്യമായിട്ട് ബ്രേസ് ചെയ്തു. അപ്പോൾ അവളൊക്കെ അടഞ്ഞു. എന്നാലും എനിക്കൊരു സമാധാനം ഇല്ല. ഇത് നമ്മുടെ ആസിഡായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ തുരുമ്പൊക്കെ പോയി. തുരുമ്പിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ സോപ്പും വെള്ളം ഒഴിച്ചു. സോപ്പും വെള്ളം അത് pH ന്യൂട്രലായി. അപ്പോൾ ഒക്കെ സെറ്റായി. അതും പോരാഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അപ്പോക്സി അടിച്ചു. 2K അപ്പോക്സി. ഇതെങ്ങനെ അടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 250 ml ഞാൻ വാങ്ങിച്ചു പെയിൻറ്റ് അപ്പോക്സി, 2K അപ്പോക്സി. അത് പെട്രോളായിട്ട് കെമിക്കൽ റിയാക്ഷൻ വരാത്തത്. അത് എത്തനോൾ അവിടെ നിൽക്കുമല്ലോ, പെട്രോൾ ആവിയായി പോയി. പിന്നെ എത്തനോളുണ്ടെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് അവിടെ ഉണ്ടാവും, തുരുമ്പ് എന്തായാലും പിടിക്കും. അപ്പോൾ അതിന് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ 2K അപ്പോക്സി അടിച്ച ഒരു 250 ml ഞാൻ വാങ്ങിച്ചു, 2 പാക്ക്. അതിൽ ഹാർട്ട്നർ 4:1 ഞാൻ ഹാർട്ട്നർ ഒഴിച്ചു. ഇതിൻ്റെ ഉള്ളിലിട്ടാണ്, പെട്രോൾ ടാങ്കിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ഉള്ളിലേക്ക് ഞാൻ ഒഴിച്ച് കുത്തിക്കുലുക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കുലുക്കി, ബാക്കിയുള്ളത് ഞാൻ പുറത്തേക്ക് കളയുകയും ചെയ്തു. ഇപ്പോൾ ഇതിപ്പോൾ 3 മാസമായി പെട്രോൾ ടാങ്കിൽ ഞാൻ അടിച്ചിട്ട് ഒരു പ്രശ്നമില്ല. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് 2 വർഷം അനങ്ങാണ്ടിരുന്ന വണ്ടിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു കൊണ്ടുവന്നത്. 500 കിലോമീറ്റർ ഓടിച്ചിട്ട് 3 മാസമായി. ഒരു കുഴപ്പമില്ല, വണ്ടി സൂപ്പറായിട്ട് ഓടുന്നുണ്ട്, നല്ല മൈലേജും ഉണ്ട്. പിന്നെ ഞാൻ കാർബറേറ്ററിൻ്റെ കാര്യം ഞാൻ പറയണ്ട. കാർബറേറ്ററിൽ എന്താ ഉണ്ടായേ, പിന്നെ നമ്മുടെ ഫ്യൂവൽ വാൽവ് ഉണ്ടല്ലോ, അതിലും ഫ്യൂവൽ നോസിൽ അതിലും കുറച്ച് കറോഷൻ ഉണ്ടായിരുന്നു. എന്തായാലും കറോഷൻ വരും. അതായത് കറോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഥനോൾ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിന് ഞാൻ മൊത്തം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഇതിപ്പോൾ അടിപൊളി.